ആകാശവാണി കവരത്തി. ഫെൺഫൂരിഷ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഫെൺഫൂരിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടികളുടെ ആദ്യ പഠനാനുഭവങ്ങളും നല്ല ശീലങ്ങളും ആത്മവിശ്വാസവും സാമൂഹിക ഇടപെടലുകളും രൂപപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തോടെയും കരുതലോടെയും അവരെ കൈപിടിച്ചുയർത്തുന്ന അധ്യാപകരുടെയും സ്ഥാപനങ്ങളുടെയും പങ്ക് വളരെ വിലപ്പെട്ടതാണ്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ആത്മവിശ്വാസവും കഠിനാധ്വാനവും മതിയെന്ന സന്ദേശം ജീവിതത്തിലൂടെ പകർന്നു നൽകുന്ന കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി തസ്ലീന മൈമൂനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വന്തം പ്രയത്നത്തിലൂടെ ഒരു സ്ഥാപനം വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭകയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സുരക്ഷിതമായ വളർച്ചയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി കുടുംബങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത വ്യക്തിത്വം. നമസ്കാരം. ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൺഫൂരിഷ എന്ന പരിപാടിയാണ്. താങ്കളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം, എൻ്റെ പേര് തസ്ലീന. ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിനിയാണ്. വീട്ടിൽ ഹസ്ബൻഡ് നസറുദ്ദീൻ ആൻഡ് ഒരു മോളുണ്ട് ഇസാമഹെക്. ആൻഡ് ഞാനിപ്പോൾ ഒരു പ്രീ സ്കൂൾ ആൻഡ് ഡേ കെയർ സർവീസ് കവരത്തിയിൽ നടത്തുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 month കഴിഞ്ഞു. അത് വീട്ടിൽ തന്നെയാണോ, വേറെ സ്ഥാപനമുണ്ടോ? അല്ല, നമ്മൾ സെപ്പറേറ്റ് സ്ഥാപനമുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥാപനം. ഓരോ സംരംഭത്തിനും പിന്നിൽ ഒരു സ്വപ്നമോ അല്ലെങ്കിൽ ഒരു പ്രചോദനമോ ഉണ്ടാകാറുണ്ട്. മാഡത്തിൻ്റെ ഈ യാത്രയുടെ തുടക്കവും അങ്ങനെ ഒരു ചിന്തയിൽ നിന്നായിരിക്കുമല്ലോ. ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങണമെന്ന് തോന്നിയ ഒരു സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി ഞാൻ വളർന്നൊരു സാഹചര്യം തന്നെ, എൻ്റെ ഫാദർ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. പിന്നെ വീട്ടിലെ ബ്രദേഴ്സ്, എനിക്ക് 5 ബ്രദേഴ്സാണുള്ളത്. അവരെല്ലാവരും എംപ്ലോയീസ് ആണെങ്കിലും അവർക്കും ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുമുണ്ട്. സോ എനിക്കും ചെറുപ്പം തൊട്ടേ ഒരു സംരംഭം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം ടീച്ചിങ് എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. സോ 2018 ഞാൻ ഈ നഴ്സറി ടീച്ചർ ട്രെയിനിങ് പാസ് ഔട്ടായത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ വളരെ സപ്പോർട്ടായിരുന്നു എല്ലാവരും, ബ്രദേഴ്സ് എല്ലാവരും. ദെൻ 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് COVID-19 വന്ന് ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. അത് കഴിഞ്ഞ് കല്യാണം, ദെൻ മദർഹുഡിലോട്ട് കടന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ കവരത്തിയിൽ കേന്ദ്രീയ വിദ്യാലയ സ്കൂളിൽ ബാൽവാടിക ടീച്ചറായിട്ട് 2 വർഷം വർക്ക് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസും കൂടി കിട്ടിയപ്പോൾ പിന്നെ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് ആയി. വീണ്ടും വീട്ടുകാരോട് ഞാൻ എൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ദെൻ എൻ്റെ ഒരു ബ്രദർ, അദ്ദേഹത്തിൻ്റെ പേര് മുജീബ് റഹ്മാൻ, ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് ആ ബിൽഡിങ് തന്നു. തുടങ്ങാനുള്ള ഫുൾ സപ്പോർട്ടും വീട്ടുകാർ തന്നെയാണ് ഫുൾ സപ്പോർട്ട്, ഹസ്ബൻഡും എൻ്റെ ബ്രദേഴ്സും. സോ ഇതിലോട്ടുള്ള ജേർണി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതെ അതെ. ഡേ കെയർ, പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ പല പാരൻസിനും ആദ്യം തന്നെ അറിയേണ്ടത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് പ്രവേശനം ലഭിക്കുന്നതെന്നായിരിക്കും. ഇവിടെ ഇപ്പോൾ എത്ര വയസ്സുള്ള കുട്ടികളെയാണ് കൂടുതലായി പരിഗണിക്കുന്നത്? നമ്മുടെ ഇവിടെ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഡേ കെയർ സർവീസും, ഡേ കെയർ സർവീസ് തന്നെ ഹാഫ് ഡേ ആൻഡ് ഫുൾ ഡേ സർവീസ് ഉണ്ട്. ദെൻ 3 തൊട്ട് 4 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബാൽവാടിക 1, അതായത് KG ക്ലാസ്സും, 4 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് LKG ക്ലാസ്സസുമാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് പുതിയ സംരംഭം ആരംഭിക്കുമ്പോഴും ചില വെല്ലുവിളികൾ സ്വാഭാവികമാണല്ലോ. അത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതെ, നമുക്ക് ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഫിനാൻഷ്യലി എല്ലാം നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സോ ഇങ്ങനൊരു സംരംഭം തുടങ്ങണമെന്ന് വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാനാണ്. 2019 തൊട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. സോ കവരത്തിയുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡേ കെയർസ് ഇവിടെ ഉണ്ട്, പ്രീ സ്കൂളുണ്ട്. സോ നമ്മൾ പെട്ടെന്നായിട്ടൊരു സംരംഭം കൊണ്ടുവരുമ്പോൾ ആൾക്കാർ അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് വലിയൊരു ചലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ എനിക്ക് എങ്ങനെ ആൾക്കാരിലോട്ട് എത്തിക്കാം എന്നത് ഒരു ടാസ്ക് ആയിരുന്നു. അതിനുവേണ്ടി ഞാൻ ഈ വെക്കേഷൻ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. വെക്കേഷൻ ആയപ്പോൾ എങ്ങനെ പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആൾക്കാർ ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നറിയാൻ വേണ്ടി ഞാനൊരു സമ്മർ ക്യാമ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. സോ ആ സമ്മർ ക്യാമ്പിൽ നമുക്ക് ഒരുപാട് അഡ്മിഷൻ വന്നു. ആൻഡ് സമ്മർ ക്യാമ്പിൽ നമുക്ക് അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള കുറച്ച് ഫണ്ടായി. അപ്പോൾ ആ സമ്മർ ക്യാമ്പ് ആയിരുന്നു ശരിക്കും നമുക്ക് ഇതിലോട്ടുള്ളൊരു വഴിത്തിരിവ്. പാരൻസിന് ഭയങ്കര ആ ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി സമ്മർ ക്യാമ്പിലൂടെ. ആൻഡ് ഓരോ സ്റ്റെപ്പും നമുക്ക് ചലഞ്ചിങ് ആയിരുന്നു.
പിന്നെ നമുക്ക് നമ്മുടെ പാഷനേറ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനു വേണ്ടി നമ്മളറിയാതെ നമ്മൾ വർക്ക് ചെയ്തു പോകും. സോ ഞങ്ങളത് എൻജോയ് ചെയ്തു, മാക്സിമം എഫേർട്ട് എടുത്തു. ഇന്ന് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രീ സ്കൂളിൻ്റെ അന്തരീക്ഷം കുട്ടികൾക്ക് സന്തോഷത്തോടെയും സുരക്ഷിതമായും പഠിക്കാൻ സഹായിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. അതേപോലെ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും തിരഞ്ഞെടുക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ വേണ്ടി വരുമല്ലോ. ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന എവിടുന്നാണ്? ഈ കളിപ്പാട്ടങ്ങളുടെ കാര്യം അല്ലെങ്കിൽ ഈ പഠനോപകരണങ്ങളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രീ സ്കൂൾ അല്ലെങ്കിൽ ഡേ കെയർ എന്നുള്ളത് പ്രീ പ്ലാൻഡ് ആയിട്ട് വർഷങ്ങളോളം പ്ലാൻ ചെയ്തത് കാരണം ഞാൻ ഈ ഓരോ കളിപ്പാട്ടങ്ങളും ഓരോ ഏജ് ഗ്രൂപ്പിന് പറ്റിയ ഓരോ കളിപ്പാട്ടങ്ങളും ഞാൻ തന്നെ ലിസ്റ്റ് ചെയ്തു. ഒരു കുഞ്ഞ് അതായത് ഒരു 2 വയസ്സുള്ള കുഞ്ഞ് ഏതൊക്കെ വികസനങ്ങളിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ നമ്മൾ ഓരോ തീം ബേസ്ഡാണ് ഒരു കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മീ ആൻഡ് മൈ ഫാമിലി അല്ലെങ്കിൽ ഞാൻ അതൊരു തീമാണ്. ഇപ്പോൾ ഓരോ തീമിലൂടെയും കുഞ്ഞ് കടന്നു പോകുമ്പോൾ ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ അതിനെ ആ ഒരു കുഞ്ഞിനെ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓരോ തീമിന് പറ്റിയ കളിപ്പാട്ടങ്ങൾ നോട്ട് ചെയ്ത് ഞാൻ തന്നെ കൊച്ചിയിൽ പോയി അത് ഓരോന്നും ക്വാളിറ്റി ആയിട്ടുള്ള ഓരോ കളിപ്പാട്ടങ്ങൾ നമ്മൾ ഇൻഡിവിജ്വലി പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബുക്സ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ ഒരുപാട് ബുക്സിൻ്റെ സ്റ്റോർസ് നമുക്ക് അവൈലബിൾ ആണ്. ഈവൻ ഫസ്റ്റ് ക്രൈ പോലുള്ള വെബ്സൈറ്റ്സിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ബുക്സ് നല്ല ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ബുക്സ് ഓർഡർ ചെയ്തു. അങ്ങനെ കളിപ്പാട്ടങ്ങൾ ഓരോന്നും ഞാൻ തന്നെ പോയാണ് പർച്ചേസ് ചെയ്തത്. കൊച്ചിയിൽ നിന്നാണ്. പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? വളരെ നല്ലൊരു പാരൻസിൻ്റെ ഗ്രൂപ്പാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സമ്മർ ക്യാമ്പ് തുടങ്ങിയപ്പോഴുള്ള ഒരുപാട് പാരൻസ് ഇന്നും എൻ്റെ കൂടെ അവരെ കുഞ്ഞുങ്ങൾ ഡേ കെയറിലും പ്രീ സ്കൂളിലും ഉണ്ട്. സോ എന്താ പറയുക, അവരെ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ കൂടെയുള്ള പാരൻസിന് അവരെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണം എന്ന് വളരെ തിരിച്ചറിവുള്ള നല്ല പാരൻറ്റിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയാണുള്ളത്. അവരെ ആ ഒരു ഫീഡ്ബാക്കും എന്തുണ്ടെങ്കിലും അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മളും അവരോട് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ പാരൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളിലും അവരെ അഭിപ്രായങ്ങൾ ചോദിക്കലുണ്ട്, അവരെ ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലുണ്ട്. സോ വളരെ നല്ലൊരു പാരൻറ്റ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. കുട്ടികളോടൊപ്പമുള്ള ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കും. ചില നിമിഷങ്ങൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ നിൽക്കും. അതേപോലെ ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലോ. എങ്ങനെ മാനേജ് ചെയ്യുന്നു? കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീം തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് അവരുടെ പേര് മെൻഷൻ ചെയ്യണമെന്നുണ്ട്. സ്റ്റാർട്ടിങ് നമ്മുടെ സമ്മർ ക്യാമ്പ് തൊട്ട് എൻ്റെ കൂടെയുള്ള ഹിസാന മാം, ദെൻ നിയ മാം, പിന്നെ നമ്മുടെ കെയർ ടേക്കേഴ്സ് ആയ മുർഷിദ ആൻഡ് നസീബ. എന്താ പറയുക, ഈ 2 വയസ്സ് തൊട്ട് 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക അറ്റൻഷൻ. അവരെ വീട്ടിൽ നിന്ന് അവർ പുതിയൊരു അറ്റ്മോസ്ഫിയറിലോട്ട് വരുമ്പോൾ കുഞ്ഞിന് സെപ്പറേഷൻ ആൻസൈറ്റി വളരെ കൂടുതലായിരിക്കും. സോ ഇത് ഓവർകം ചെയ്യണമെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യുന്നവരെ അത്ര കുഞ്ഞുങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ട്, അതല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹം അതുപോലെ പകർന്നു കൊടുക്കാൻ പറ്റുന്നവരായിരിക്കണം. സോ ഞാനിങ്ങനെ എന്താ പറയുക, വളരെ ഹാപ്പിയാണ് എൻ്റെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ. അവർ ഒരുപാട് എഫേർട്ട് ഇടുന്ന, ഒരുപാട് പ്ലാൻ ചെയ്ത ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ഈവൻ ഹിസാന മാമും എല്ലാവരും തന്നെ ഈച്ച് ആൻഡ് എവ്രി വൺ അതിനുവേണ്ടി ഒരുപാട് നല്ല എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുന്നൊരു ടീമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൊഴിഞ്ഞുപോക്ക് കുറവാണ്. കാരണം സെപ്പറേഷൻ ആൻസൈറ്റി കാരണം കുഞ്ഞുങ്ങൾ 2 ദിവസം കരഞ്ഞാലും പിറ്റേ ദിവസം അവർ ഭയങ്കര ഹാപ്പിയാണ്. പലരും ഉമ്മാന്ന് തന്നെയാണ് അവരെ വിളിക്കുന്നത്. സോ അത് കുഞ്ഞുങ്ങളായിട്ട് ഉള്ളൊരു ബോണ്ടാണ്. സോ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഓരോ കുഞ്ഞിനും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്, ഒരു വ്യക്തി വ്യത്യാസമുണ്ട്. സോ അതനുസരിച്ച് അത് മനസ്സിലാക്കി കുഞ്ഞിന് നമ്മൾ സമയം കൊടുക്കും. കുഞ്ഞിന് നമ്മുടെ ആ പരിസരവും നമ്മളുമായിട്ടുള്ള ഇണങ്ങാനുള്ള സമയം കൊടുക്കും. അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനെ പുതിയതായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വിടുമ്പോൾ കുഞ്ഞിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അതിൻ്റേതായിട്ടുള്ള ടൈം കൊടുക്കുമ്പോൾ നമുക്കതിന് ഓവർകം ചെയ്യാൻ പറ്റും. എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ ലക്ഷദ്വീപ് അല്ലെങ്കിൽ കവരത്തി പോലുള്ള ഒരു ചെറിയൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സൊസൈറ്റീനെ, അതായത് ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സ്ത്രീ സമൂഹം വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോൾ വരും കാലങ്ങളിൽ ഈവൻ ഞാനടക്കം അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ബട്ട് ഒരു പോയിന്റിൽ നമ്മളെന്താണ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത് എന്നത് നല്ലോണം പ്ലാൻ ചെയ്ത് നമ്മുടെ ആ ഒരു കഴിവ്, എന്ത് ചെറുതും വലുതും ആയിക്കോട്ടെ, എന്ത് സംരംഭമായാലും
അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നമ്മുടെ ആ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്താണോ അത്, ഈവൻ കുക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തോ ആയിക്കോട്ടെ, അതിനുവേണ്ടി നമ്മൾ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ആ ഒരു എന്താണ് നമുക്ക് വേണ്ടത് അതിലോട്ട് നമ്മൾ എത്തിച്ചേരും. അത് മാഡം പറഞ്ഞത് ശരിയായൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഇനിയിപ്പോൾ അവസാനമായി നമ്മുടെ ശ്രോതാക്കളോടും പ്രത്യേകിച്ച് മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത്? മാതാപിതാക്കളോട്, ഞാനൊരു മാതാവാണ്, അതായത് ഞാനൊരു രക്ഷിതാവാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് വെച്ചാൽ വളരെ തിരക്കേറിയിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും അതായത് പാരൻസ് വർക്കിംഗ് ആയിരിക്കാം. സോ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം വളരെ കുറവായിരിക്കാം നമ്മൾ രക്ഷിതാക്കളായിട്ട് പങ്കിടാനുള്ള സമയം. ആ കിട്ടുന്ന സമയം ഈവൻ ഒരു 1 hour ആവാം അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ആവാം, ആ സമയം അത് ഗുണമേന്മയുള്ള സമയമാക്കി തീർക്കാൻ ശ്രമിക്കുക. അതായത് ക്വാളിറ്റി ടൈം എന്ന് പറയും അതിൽ സംസാരിക്കുക, കളിക്കുക, കേൾക്കുക, അതാണ് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്വാളിറ്റി ടൈം. കുഞ്ഞിനെ കേൾക്കാൻ അല്ലെങ്കിൽ കുഞ്ഞിനോട് സംസാരിക്കാൻ, കുഞ്ഞിന് പറയാനുള്ളത് കേൾക്കാനുള്ളൊരു ചെറിയൊരു ടൈം അത് നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുക. അത് കുഞ്ഞുങ്ങളിൽ നല്ല മാറ്റം ഉണ്ടാവും. അവിടെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ TV എന്നുള്ള അങ്ങനത്തെ ഉപകരണങ്ങൾ മാറ്റിവെച്ച് കുഞ്ഞിന് എന്താണ് വേണ്ടത്, അവർക്ക് വിലപ്പെട്ട വലിയ വലിയ സമ്മാനങ്ങളോ അല്ലെങ്കിൽ വിലയേറിയ ഗിഫ്റ്റോ അല്ല വേണ്ടത്. നമ്മുടെ ആ ഒരു നല്ല സമയം കുഞ്ഞിനോട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ബോണ്ട് നിലനിർത്താൻ പറ്റും. വളരെ മനോഹരമായ അനുഭവങ്ങളും ചിന്തകളും ഞങ്ങളുമായി പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. മാഡം തുടങ്ങി വെച്ച ഈ ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആകാശവാണി കവരത്തിയോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫെൺഫൂരിഷ. സംരംഭകയും കവരത്തി ദ്വീപ് സ്വദേശിനിയുമായ ശ്രീമതി തസ്ലീന മൈമൂനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി. ഈ പരിപാടി തയ്യാറാക്കിയത് BB സമീയ, സലാഹിയ മൻസൂർ. ഏവർക്കും നന്ദി, നമസ്കാരം.